2021 നടന്ന RRB NTPC CBT 1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 525 plus 252 the whole square minus 525 minus 252 the whole square the whole divided by 525 into 252. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് നമ്പേഴ്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് 525ഉം രണ്ടാമത്തേത് 252ഉം. ഇവിടെ 525നെ ഞാൻ എ എന്ന് വിളിക്കുവാണ്, 252നെ ബി എന്ന് വിളിക്കുവാണ്. ഇവിടെയും എ, ഇവിടെയും ബി, ഇവിടെയും എ, ഇവിടെയും ബി. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് വായിച്ചു നോക്കുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ എ. അപ്പം ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ വാല്യൂ എപ്പോഴും 4ab ആയിരിക്കും. ഇതൊരു റിസൾട്ട് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഈ തന്നേക്കുന്ന ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം എയുടെയും ബിയുടെയും ടേംസിൽ. അപ്പോ മേളിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ഇതിന് പകരം എന്ത് എഴുതാം? 4ab എന്ന് എഴുതാം. അപ്പൊ ന്യൂമറേറ്റർ 4ab ആവും. ഇനി ഡിനോമിനേറ്ററിൽ എ ഇൻറ്റു ബി എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എ ബി. അപ്പൊ മേളിലുള്ള എ ബിയും താഴെയുള്ള എ ബി എന്താവും? കട്ടായിട്ട് പോകും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ 4 ആണ്. ഓപ്ഷൻ ബി 4 ആണ് കറക്റ്റ് ആൻസർ.